എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ എല്ലാവരും തന്നെ ഇപ്പൊ വീട്ടിൽ കേക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട് അല്ലെ? കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തേക്ക് നമ്മൾ നെയ്യോ ബട്ടറോ തേച്ച ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കാറാണ് പതിവ്. പക്ഷെ കേക്ക് ബേക്ക് ചെയ്ത ശേഷം നമ്മൾ കേക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുമല്ല, കേക്ക് ഇതിൽ നിന്ന് വിട്ട് പോന്നാലും കുറച്ച് കേക്കിന്റെ ഭാഗങ്ങളൊക്കെ ആ ഒരു പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് വളരെ എളുപ്പത്തിന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷിന്റെയും റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് രണ്ടും ഇല്ലാണ്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വീട്ടില് ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കേക്കിന് ഒരു ഫുൾ ഫിനിഷിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൊക്കോ പൗഡറിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതായാലും മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര തന്നെ മതിയാവും. അതിനുശേഷം ഇതൊരു വിസ്ക് വെച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കട്ടയൊന്നും കെട്ടാണ്ട രീതിയിൽ. പിന്നെ പഞ്ചസാര നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഈ മിക്സ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറിലാകുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ മാറ്റാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളറുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി. ഇനി ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഞാനൊരു കേക്കിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് നമ്മുടെ കേക്കിന് കറക്റ്റ് ഒരു ഫിനിഷിങ് കൊടുക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിന് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതേ ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഫുള്ള് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പേപ്പർ A4 ഷീറ്റ് പേപ്പറാണ്. ആ പേപ്പർ നമുക്ക് ഈ പാത്രത്തിൻ്റെ അളവിന് മുറിച്ചെടുക്കണം. അപ്പോൾ പേപ്പർ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പർ 3ഓ 4ഓ ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പേപ്പർ ഫോൾഡ് ചെയ്ത ശേഷം നമ്മുടെ ഈ പാത്രത്തിൻ്റെ അളവ് വെച്ചിട്ട് പേപ്പർ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു റൗണ്ട് ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ പാത്രം കമഴ്ത്തി വെച്ചിട്ട് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ. അതിനുശേഷം ആ മടക്കി കൊടുത്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലുതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒന്നും കൂടി നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു പേപ്പർ
നമ്മുടെ ഈ പാത്രത്തിൻ്റെ പാകത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് ഈ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ എന്തായാലും മതി. അതിനുശേഷം ഇതുപോലെ കുറച്ച് കോട്ടൺ എടുക്കുക. അതിനുശേഷം ഈ കോട്ടൺ വെച്ചിട്ട് ഈ നെയ്യ് ഈ പേപ്പറിലേക്ക് ഫുള്ളൊന്ന് തേച്ച് കൊടുക്കുക. പേപ്പറിൻ്റെ 2 സൈഡിലും നെയ്യ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഈ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് നല്ലപോലെ തേച്ച് കൊടുക്കുക. നെയ്യ് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പേപ്പർ ഫുള്ള് ഈ ഒരു നെയ്യ് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലൂടെ കേക്കിൻ്റെ ബാറ്റർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബട്ടർ പേപ്പറും നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിൻ്റെയും റെസിപ്പി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ബട്ടർ പേപ്പറിന്റെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഒക്കെ താഴെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ.